ഹലോ. അപ്പോൾ ഇത് നമ്മുടെ ശ്രീലങ്കൻ വീഡിയോ പാർട്ട് 8 ആണ്, ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മ്യൂസിയത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പോട്ടിൽ ഒരു നല്ലൊരു ഫ്ലോറൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇത് ബുദ്ധയുടെ സ്റ്റാച്യൂസും അതുപോലെ തന്നെ ഇത് കണ്ടില്ല, ആനയുടെ കൊമ്പാണത്. ഈ ഒരു മ്യൂസിയത്തിൽ ഫുള്ള് ഇങ്ങനെ ബുദ്ധയുടെ സ്റ്റാച്യൂസ് തന്നെയാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനത്തെ ഒരു ആൻറ്റിക് വർക്കായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിനി ഫ്ലോട്ടിംഗ് ടെമ്പിളിലേക്ക് പോവുകയാണ്. ബുദ്ധയുടെ തന്നെ ഒരു ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ റോട്ടിൽ കാണുന്ന സാധനമില്ലേ, വൈറ്റ് കളർ, അതേ ഒരു ബുദ്ധ പൂർണിമയുടെ ഡേ ആയിട്ട് അവരിങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ റോട്ടിൽ തന്നെ ചെയ്തേക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ നടക്കുന്ന സമയത്ത് വലിയൊരു ഷോപ്പിംഗ് മോളാണ് തോന്നുന്നത്. വലിയൊരു കുറേ ഷോപ്സൊക്കെ ഉള്ളൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറത്ത് ആ ഒരു ഫ്ലോട്ടിംഗ് ടെമ്പിളിലേക്ക് പോണത്. ഇതാണ് കേട്ടോ ഒരു ഫ്ലോട്ടിംഗ് ടെമ്പിൾ. ഇത് ബുദ്ധയുടെ തന്നെ ടെമ്പിളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ടെമ്പിളിൻ്റെ എൻട്രൻസിലെത്തി നമ്മൾ ഉള്ളിലേക്ക് കടക്കാണ്. അപ്പോൾ കണ്ടില്ലേ, ടെമ്പിളിൻ്റെ ചുറ്റും വെള്ളമാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പ് നമ്മൾ പുറത്ത് ഊരി വെക്കണം കേട്ടോ, എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു ടെമ്പിളിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇവിടെയും ഇതേപോലെ തന്നെ ഫുള്ള് ബുദ്ധയുടെ സ്റ്റാച്യൂസ് തന്നെയാണ്. പിന്നെ ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ പൈസ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോരുത്തരിങ്ങനെ വെച്ചിട്ട് പോയ പൈസ. പിന്നെ ഇവിടെ എന്തോ വർക്കും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ആ ഒരു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ഒരു സൈഡിലൊക്കെ പോയിരുന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആ ഒരു ടെമ്പിളിൻ്റെ പുറത്തായിട്ട് ഇതേപോലത്തെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ആ ഒരു സൈഡിൽ ഇതേപോലെ തന്നെ ഫുള്ള് ബുദ്ധയുടെ സ്റ്റാച്യൂസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ബുദ്ധ ടെമ്പിളിൻ്റെ ചുറ്റുമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സ്റ്റാച്യൂസ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോട്ടസ് ടവറാണ് കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റിലായിരുന്നു നമ്മൾ ഈ ഒരു ടവർ കണ്ടത്. ഇതിപ്പോൾ മോർണിംഗിൽ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ഒരാൾക്ക് 7500 റുപ്പീസാണ് കേട്ടോ. ഞങ്ങൾ ഉള്ളിലേക്കൊന്നും പോയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ഡേ ഫുള്ള് ആ ഒരു സിറ്റിയിൽ തന്നെയായിരുന്നു ഫുൾ ട്രാവൽ ചെയ്തിരുന്നത്. ഞങ്ങൾ ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ
ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. The main street, Peta Market, and on your right hand side, a very famous pink mosque. The mosque is, you can see a mosque built in 1908. Take your phones with you if anybody wants to take a picture. The red mosque on your right hand side, the red mosque. Yes, on your right hand side is the SLBC, Sri Lanka Broadcasting Corporation. Earlier it was Radio Ceylon, Binaka Gitmala. അങ്ങനെ ആ ഒരു സിറ്റിയിൽ കുറേ അധികം ആർമി ഓഫീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി, അതുപോലെ തന്നെ ആ ഒരു സിറ്റിയിൽ തന്നെയായിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോണ സമയത്ത് ഇതേപോലത്തെ ഒരു ബുദ്ധയുടെ സ്റ്റാച്യൂസ് ഒക്കെ കണ്ടായിരുന്നു. And after that, on your right hand side, you can see a tower. Sri Lanka Broadcasting Corporation, Binaka Gitmala. Binaka Gitmala. Basa nahi hogi. This is the replica, this is a dummy. You saw the original one. Independence Square. No, right, yeah, come. No duplicate, no. ഞങ്ങൾക്ക് ലഞ്ചിന് ടൈമായി. അപ്പം നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. പിന്നെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഇങ്ങനെ ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ ജസ്റ്റ് ആ സിറ്റി ഫുള്ളായിട്ട് ട്രാവൽ ചെയ്യാനും മാത്രമായിരുന്നു ഇന്നത്തെ ഒരു ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ ചിക്കൻ കറി അതുപോലെ തന്നെ
ബാക്കി എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സലാഡായിരുന്നു തോന്നുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. ജസ്റ്റ് ഒരു ലോലിപോപ്പും അതുപോലെ തന്നെ ഒരു ജെംസിൻ്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 70 രൂപയാണ് കേട്ടോ ഒരു ജെംസിന്, നല്ല വിലയുണ്ട്. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ടാണ് പോയത്. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തിയിട്ട് ആ ഒരു മോളിലാണ് ഷോപ്പിങ്ങിനായിട്ട് പോയത്. നമ്മുടെ ലുലു മാളൊക്കെ പോലെ തന്നെ ഒരു മോള്. അങ്ങനെ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇവിടെ കുറച്ച് ഡ്രസ്സ്, അതുപോലെ തന്നെ ബാഗ്, അതായത് ക്ലോത്ത് ബാഗില്ല, അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷോപ്പിങ്ങിന് ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ ബീച്ച് കാണാനായിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബസ് കേട്ടോ. ബസ് ആ ഒരു റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്തിട്ട്, നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റുള്ള മഴയായിരുന്നു. ആ ഗ്ലാസിൻ്റെ ഡോറൊന്നും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു ഹോട്ടലിൻ്റെ. പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത് മോർണിംഗ് ആണ്, നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോവാണ്. മോർണിംഗ് ഒരു 2 മണിയായപ്പോഴാട്ടോ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശ്രീലങ്കൻ വ്ളോഗ് എന്ന് പറയുന്നത്. തിരിച്ച് ഞങ്ങൾ പ്ലെയിനിൽ കയറി തിരിച്ച് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോവാണ്. നല്ല അടിപൊളി ടൂറായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശ്രീലങ്കൻ ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ ആ ഒരു ശ്രീലങ്കൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവരൊരു ദിവസം കൂടി ഞങ്ങളുടെ അടുത്ത് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെതർ കണ്ടീഷൻ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അവർ ആ ഒരു ഫ്ലൈറ്റ് ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീറ്റിനൊക്കെ ജസ്റ്റ് അറേഞ്ച്മെൻറ്റ്സിന് കുറേ പ്രോബ്ലംസൊക്കെ വന്നു. അപ്പോൾ ഒരു ദിവസം കൂടി ഞങ്ങളുടെ അടുത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. പിന്നെ കുറേ സംസാരിച്ചിട്ടൊക്കെയാണ് പിന്നെ അവർ ഫ്ലൈറ്റ് മാറ്റിയിട്ടോ, വലിയൊരു ഫ്ലൈറ്റ് ആക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവിടെ ഒരു ദിവസം സ്റ്റേ ആണെങ്കിൽ അവരെല്ലാം ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെതർ കണ്ടീഷൻ മോശമായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ലാൻഡ് ചെയ്തത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ ലാൻഡിങ്ങിനുള്ള ടൈമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിലെത്തി. പറഞ്ഞുകൊണ്ട് തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസാണ് കാണിക്കാൻ പോകുന്നത്. ഇവരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടൂറ് ബോറടിച്ചേയില്ല കേട്ടോ. അടിപൊളി ടൂറായിരുന്നു. ഒരു 4 പേരായിരുന്നു ഞങ്ങളുടെ ഒപ്പം നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്ന.
അങ്കിൾമാരിട്ട് നല്ല അടിപൊളിയായിരുന്നു അവർ. നല്ല ഞങ്ങളുടെ അതേ വൈബ് തന്നെയായിരുന്നു കേട്ടോ അവർക്കും. അപ്പോൾ അവരുള്ളതുകൊണ്ട് തന്നെ ടൂർ അങ്ങനെ ബോറൊന്നായിരുന്നില്ല കേട്ടോ. ഫുൾ ടൈം കോമഡിയൊക്കെ പറഞ്ഞ് നല്ല ചില്ലായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിനും, അതുപോലെ തന്നെ അമ്മയുടെ അച്ഛൻ്റെ ഓഫീസിലൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് ബൺസും അതുപോലെ തന്നെ ക്ലോത്ത് വാങ്ങി, കുറച്ച് ഡ്രസ്സ് വാങ്ങി, കർച്ചീഫ്, അതുപോലെ തന്നെ ഇതേപോലത്തെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ശ്രീലങ്കയിൽ നിന്നൊരു, ഞാൻ പറഞ്ഞില്ലേ ക്ലോത്തിൻ്റെ ഒരു ബാഗിൽ നിന്ന്, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അലാറം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കുറച്ച് പൗച്ചുകൾ, ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ശ്രീലങ്കൻ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു.